ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ഭാര്യമാര് പുറത്തിറങ്ങുന്നത് എങ്ങനെയായിരിക്കണം അത് നമ്മൾ അറിയണം. പല ആളുകളെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗൗരവത്തിൽ പറയുന്നത്. പല പ്രാവശ്യം പറഞ്ഞിട്ടും നമ്മളെ ഈ പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾ പോലും ഇപ്പോഴും ചുരിദാറിട്ട് വരിക, ബാഗിൽ നിക്കാർ കുപ്പായിട്ട് വരിക, പുറത്തിറങ്ങിയിട്ടാ നിക്കാർ കുപ്പായിച്ചിട്ട് പഴയ ചുരിദാറുമ്പോ പോവുക. ഈ സ്വഭാവമൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാ പെണ്ണുങ്ങൾ പറയുന്നത്. എന്താണ് ഈ ഖുത്ബയൊക്കെ കേട്ടിട്ട് കാര്യം? എന്തിനാ ഖുത്ബ മലയാളത്തിലാക്കിയത്? ഖുത്ബ മലയാളത്തിലാക്കിയത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലേ? ഞങ്ങൾക്ക് പ്രസംഗിച്ചു പഠിക്കാൻ വേണ്ടിയല്ല. ജനങ്ങൾ ജീവിതത്തിൽ പകർത്തി മാറ്റമുണ്ടാകണം, അതിനുവേണ്ടി അത് പറയുന്നത്. ഞങ്ങളെ അഭിപ്രായങ്ങളല്ല പറയുന്നത്, ഇസ്ലാമിന്റെ കാര്യങ്ങളാ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പെൺകുട്ടികളുടെ വേഷം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പലപ്പോഴും അതിനെ സംബന്ധിച്ചൊരു ഉദാസീന മനോഭാവം, അത് ശ്രദ്ധിക്കാത്തൊരവസ്ഥ. അതുകൊണ്ട് ഇറുകിയതാകരുത്, കട്ടി കുറഞ്ഞതാകരുത്. ഇവിടെ ചില ചുരിദാറുകാരുണ്ട്, ചേച്ച ആണുങ്ങൾ പറയും ഒക്കെ മറിഞ്ഞുള്ള എന്റെ ഭാര്യ ചുരിദാർ ഇവിടുന്ന് അങ്ങോട്ട് പൊളിഞ്ഞുണ്ടാവും. അടിയിലിടുന്ന പൈജാമയോ വളരെ നേരിയത്, ശരീരത്തിന്റെ എല്ലാ ഭാഗവും കാണുന്ന ജാതി. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 2, 3 വയസ്സ് അല്ലെങ്കിൽ 5, 6 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പോട്ടെ, പ്രായം ചെന്ന പ്രായപൂർത്തിയെത്തിയ യുവതികൾ എന്ന് മാത്രം. ഇപ്പോ പൊതുവെ രക്ഷിതാക്കൾക്ക് ഒരു കാഴ്ചപ്പാടെന്താ വെച്ചാൽ കുറച്ചൊക്കെ അങ്ങനെ ചെത്തിപ്പൊളിച്ച വേഷത്ത് പെൺകുട്ടികളെ നടത്തിയാലേ നല്ല മാപ്പിളിനെ കിട്ടുള്ളൂ. ഒരു അടിപൊളി മാപ്പിളിനെ കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. ഓളും ഇങ്ങനെ ഒരു ബീവിയായിട്ട് നടക്കണ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുള്ളൂ ചെറുപ്പക്കാര്. അതുകൊണ്ട് കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് നടക്കണം. അതിനുവേണ്ടി അങ്ങനത്തെ ഒക്കെ എടുത്തെടുത്ത് പെൺകുട്ടികളെ ഇങ്ങനെ പ്രദർശനത്തിന് ഇറക്കാണ് ഉമ്മയും ബാപ്പിയും. ഉമ്മ നല്ല പർദ്ദട്ടുണ്ട്, ഒപ്പം പോണ മോൾക്കോ ഇറുകിയ ജീൻസും ടീഷർട്ടും, പിന്നെ 4 ഇഞ്ച് വെള്ള ചെരുപ്പും. ഇപ്പൊ മുഖം തോന്നും കണ്ട. വേറെ ചിലൊന്നുണ്ട് പറഞ്ഞിട്ട് കാലങ്ങ് നീട്ടി നടക്കാൻ പറ്റൂല, ഇത്ര വീതി ഉണ്ടാവില്ല, ഇങ്ങനെ 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 പോകുള്ളൂ. താറാവ് നടക്കും പോലെ. നായി പിന്നാലൂടി എന്താ കാട്ടുക? ഒന്നായിട്ട് പൊന്നിച്ച് കൊണ്ടേണ്ടി വരും. അങ്ങനത്തെ നായ അയച്ചു വിടാക്കി അങ്ങനത്തെ പിന്നാലെ. എവിടുന്ന് അതൊക്കെ? വലിയ പർദ്ദക്കാരത്തി ബീവിയായിട്ട് ഉമ്മ ഉണ്ടാവും ഇപ്പം, ചെറുപ്പക്കാരത്തി ഇങ്ങനെ. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കണതൊക്കെ വളരെ ഗൗരവമുള്ള കുറ്റങ്ങൾ. അതൊക്കെ നമ്മളെ പെൺകുട്ടികളെ ഇങ്ങനെ പ്രദർശനത്തിന് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഭാര്യമാരെ, നമ്മളെ മക്കളെ, ഇതെല്ലാം നമ്മൾ ചോദിക്കപ്പെടും അള്ളാഹുവിന്റെ മുമ്പിൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ഭാര്യയുടെ കാര്യത്തിലും മക്കളെ കാര്യത്തിലും പെങ്ങന്മാരുടെ കാര്യത്തിലൊക്കെ ചോദിക്കപ്പെടുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, അപ്പൊ ഇറുകിയതാകരുത്, കട്ടി കുറഞ്ഞതാകരുത്, ശരീരത്തിൽ ഒഴുകി നടക്കുന്ന ഒട്ടിപ്പിടിക്കുന്നതാകരുത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സുഗന്ധം ഉപയോഗിക്കുന്നതാകരുത്. പെണ്ണ് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷെ ഇന്നെന്താ, അങ്ങാടികളിലൊക്കെ പോയാല് നല്ല വില പിടിപ്പുള്ള സുഗന്ധം. ഭർത്താക്കന്മാര് വരുമ്പോ ഭാര്യക്ക് മാത്രം ഒരു പെട്ടി ഉണ്ടാവും ഗൾഫിൽ നിന്ന് വരുമ്പോ. അത് ഉമ്മയും കാണൂല, വാപ്പിയും കാണില്ല, ഓളതിന്റെ ഉൾക്കണ്ടുണ്ടാവില്ല. അതിന് മുഴുവൻ സ്പ്രേയും അത്തറുമായിരിക്കും. ഭർത്താവ് നാട്ടിലില്ലാത്ത ബൾക്ക് എന്തിനാ അത്ര അധികം? 1 മാസം കഴിഞ്ഞപ്പം പോവും. പിന്നെ ഇതിങ്ങനെ തേച്ച് വിലസ് തന്നെ. അതുകൊണ്ടാ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള വലിയ വാഞ്ച. ഇതൊന്ന് കാണിക്കേണ്ട ആരെങ്കിലും. എന്നിട്ട് നല്ല സ്പ്രേ അടിച്ചിട്ട് അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുക, തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അങ്ങാടിയിൽ വരിക. ഏതെങ്കിലും ഒരു പെണ്ണ് അത്തറ് പൂശിക്കൊണ്ട് അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയുടെ അടുത്തുകൂടെ കടന്നുപോയി, അവളെ കാണുവാൻ വേണ്ടി, അവളുടെ മണം ആസ്വദിക്കാൻ വേണ്ടി. എന്നാൽ അവൾ വേശ്യയാണ്, വ്യഭിചാരിണിയാണ്. ആരാ പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പറഞ്ഞ. എന്ന് പറഞ്ഞാൽ ഓളെ 100 അടി അടിക്കണം എന്നല്ല, വിവാഹിതാണെങ്കിൽ എറിഞ്ഞു വല്ലണം എന്നല്ല. പിന്നെ അത് വേശ്യപ്പെണ്ണുങ്ങളെ പണിയാണ്. ഓളെ കച്ചവടം നടക്കണമെങ്കിൽ പലരെ ആകർഷിക്കണമല്ലോ. അപ്പൊ അവളിങ്ങനെ സുഗന്ധം മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആ സ്വഭാവം നമ്മളെ പെണ്ണുങ്ങൾക്ക് പാടില്ല. ഭർത്താവിന്റെ മുമ്പിലാണ് പെണ്ണ് സുഗന്ധം ഉപയോഗിക്കേണ്ടതും ആഭരണം അണിയേണ്ടതും അവളെല്ലാ അലങ്കാരവും കാണിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. ഭർത്താവിന്റെ മുമ്പിലോ ഒക്കെ അയച്ചിട്ട് ആ പയതിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും ചെല്ലുമ്പോ, അല്ലെ? മൂത്ത് കുറച്ച് കരിയും, ഇവിടെ കുട്ടി മൂത്രമൊഴിച്ചിട്ട് പിടിച്ച് കൈ പിഴിഞ്ഞ് അതും ഒരു ചൂലും പിടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ പിന്നെ ആണുങ്ങൾക്ക് തോന്നും ആ റോട്ടിൽ കൂടി പോണ പെണ്ണ് എത്ര നന്നു. വെറും റോട്ടിൽ കൂടി പോകുമ്പോ അങ്ങനെ തന്നെയാണ്, പക്ഷെ വീട്ടിൽ വരുമ്പോ എങ്ങനെയാണ്? കണ്ടോ? അപ്പൊ ഭർത്താവിന്റെ മുമ്പിലാണ് തന്റെ അലങ്കാരം കാണിക്കേണ്ടത് എന്ന് പെണ്ണുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആണുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഓന്റെ പുറത്തിറങ്ങുമ്പോ നല്ല അടിപൊളിയായിട്ട് മറ്റുള്ളവരോടൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കണമായിരിക്കാ, ചോദിക്കണില്ല എന്നുള്ളൂ. അങ്ങനെ ഒരുക്കിയിട്ട് ആ ഭാര്യനെ കൂടെ കൊണ്ടുള്ളൂ. കൂട്ടുകാരുടെ മുമ്പിലും വരൊക്കെ, കാരണം കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഒരു കമന്റ് പറയണം എന്നാണ്. അങ്ങനെ കൂട്ടുകാരുടെ മുമ്പിൽ ഭാര്യമാരെ പ്രദർശിപ്പിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഗന്ധം പൂശുന്നത് അത് വലിയ തെറ്റാണ്. അതുപോലെ തന്നെ ആൺവേഷം കെട്ടല്. ഇപ്പൊ നമ്മളെ തലശ്ശേരിയും തുടങ്ങിയിട്ട് പാന്റും ടീഷർട്ടും നല്ലോണം മനസ്സിലായിക്കോളി, നമ്മളെ നാശത്തിലേക്കായി പോകുന്നത്. ഇപ്പോ ചുരിദാർ പോയിപ്പോൾ പാന്റും ടീഷർട്ടും, നല്ല ജീൻസും ടീഷർട്ടും പെൺകുട്ടികൾക്ക്.
എല്ലാ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ശരിക്കും കാണുന്ന തരത്തിൽ. ഇതൊന്നും നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ അറിയുന്നുണ്ട് ഇതൊക്കെ. അത് ഓളെടുത്തെടുത്താ ഞാൻ അറിയില്ല. നിങ്ങൾ അറിയണം. നിങ്ങളെ വീട്ടിൽ നടക്കണം, നിങ്ങൾ അറിയണം. നിങ്ങളെ പെങ്ങളെ കുട്ടികൾ, നിങ്ങളെ ജ്യേഷ്ഠന്റെ കുട്ടികൾ, അനിയന്റെ കുട്ടികൾ, നിങ്ങളെ കുട്ടികൾ, ജ്യേഷ്ഠൻ ചിലപ്പോൾ ഗൾഫിലായിരിക്കും, അവരെ കാര്യം നോക്കാൻ നിങ്ങളായിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അളിയൻ ഗൾഫിലായിരിക്കും, പെങ്ങളെ കുട്ടികളെ കാര്യം നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. നിങ്ങളിത് ശ്രദ്ധിക്കണ്ടേ? ഒരിക്കലും തന്നെ ആൺവേഷം കെട്ടുന്ന പെണ്ണിനെ അള്ളാന്റെ റസൂൽ ശപിച്ചത് നമ്മൾ ആളുകൾ അറിഞ്ഞിട്ടില്ലേ? ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അതാ താടി മീശയും പഠിക്കുക, അത് പെണ്ണുങ്ങളെ വേഷ, പെണ്ണുങ്ങളെ രൂപ, പെണ്ണാൻ തോന്നിപ്പോണ രൂപ. അത് പെൺവേഷം കെട്ടല. മനസ്സിലാക്കണം നിങ്ങളത്. അത് തിരുത്തണം. താടി വളർത്തുക, മീശ പെടുത്തുക, അതാ പുരുഷന്റെ സ്വഭാവം. അപ്പൊ ആളുകൾക്ക് ആണുങ്ങളെ ചില അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും പടച്ചത് വേണ്ടത് നൽകിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ മാറ്റണം. നമ്മൾ ഇസ്ലാമികമായ വേഷവിധാനത്തിലേക്ക് നമ്മൾ വരണം, വന്നേ പറ്റൂ. അതുപോലെ തന്നെ സത്യനിഷേധികളുടെ വേഷം അത് നമ്മൾ സ്വീകരിക്കും. ഒരു നാട്ടില് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വേഷം അത് ആണിനായാലും പെണ്ണിനായാലും പാടില്ല. അപ്പൊ നമ്മളതായ വേഷം നമുക്കുണ്ട്. അത് പെണ്ണിന്റെ വേഷം ജിൽബാബാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം, ഇസ്ലാം വച്ചിട്ടുള്ള മറ്റൊരു നിബന്ധന വ്യഭിചാരത്തിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി സ്ത്രീയും പുരുഷനും, അന്യ സ്ത്രീയും പുരുഷനും തനിച്ചാകാൻ പാടില്ല. ഒരു റൂമിലാകട്ടെ, വീട്ടിലാകട്ടെ, കടയിലാകട്ടെ, ഓഫീസിലാകട്ടെ, എവിടെയും പാടില്ല. അങ്ങനത്താണോ നമ്മളെ കച്ചവടത്തിന്? അങ്ങനെയാണോ? അത് തെറ്റാണ്. നമ്മളെ വീട്ടിൽ അങ്ങനെ വീട്ടിൽ വെക്കാൻ പാടില്ല. അത് മാറ്റണം നമ്മൾ. മൂന്നാമനായി അവിടെ പിശാചുണ്ടാവുന്ന റസൂൽ പറഞ്ഞിട്ടുള്ളത്. മഖ്തല റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വകാന ശൈത്താനു സാലിസുഹുമാ. ഒരു പുരുഷൻ ഒരു സ്ത്രീയോടൊപ്പം ഒഴിഞ്ഞിരുന്നാൽ, ഒറ്റക്കായാൽ, മൂന്നാമതായി അവിടെ പിശാചുണ്ടാകും. അത് ഡോക്ടറും നഴ്സും ആണെങ്കിലും ശരി, ഡ്രൈവറും മുതലാളിച്ചിയാണെങ്കിലും ശരി, വേലക്കാരനും മുതലാളിച്ചിയാണെങ്കിലും ശരി, ആരാലും ശരി, ആണും പെണ്ണും ഒരുമിച്ചാകാൻ പാടില്ല. വീടുകളിൽ വേലക്ക് പുരുഷന്മാരെ നിർത്തുന്നുണ്ടോ? അവർക്ക് നിബന്ധന വെക്കണം, അവരെവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ, പാടില്ല. ഡ്രൈവർ ഉണ്ടോ? എപ്പോഴും പെണ്ണുങ്ങൾ ഡ്രൈവറെയും കൊണ്ട് എതിരെയും പോണ സ്വഭാവം പാടില്ല. കൂടെ പുരുഷൻ ഉണ്ടായിരിക്കണം. കുട്ടികളോ മക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. നിയമങ്ങളും നിയന്ത്രണങ്ങളും വെക്കണം അതിന്. ഒരു ഡോക്ടറും നേഴ്സും നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന് ഡോക്ടറും നേഴ്സും ഒരു റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പാടുണ്ടോ? പാടില്ല. നേഴ്സ് അപ്പുറത്ത് മാറിയിരിക്കണം, ഡോക്ടർ ഇപ്പുറത്തിരിക്കണം. ആവശ്യമുള്ള സമയത്ത് മാത്രം വിളിക്കണം. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ വെച്ച് ഡോക്ടർ പരിശോധിക്കാൻ പറ്റില്ല. മെഡിക്കൽ നിയമത്തിൽ തന്നെ അങ്ങനെയാണ്. കൂടെ നേഴ്സ് വേണമെന്നാ, പരിശോധിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെയൊക്കെ മൂന്നാമതായി ആണിനെയും പെണ്ണിനെയും കൂട്ടി യോജിപ്പിക്കാൻ ഒരു പിശാച് ഉണ്ടായിരിക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, സ്ത്രീകൾ ഒറ്റയ്ക്കിരിക്കുന്ന വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിനെ നബി വിരോധിച്ചിട്ടുണ്ട്. ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ അടുക്കൽ പ്രവേശിക്കുന്നത് സൂക്ഷിക്കണം. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പൊ സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അഫറഅയ്തൽ ഹമുവ, ഭർത്താവിന്റെ സഹോദരനോ ഭർത്താവിന്റെ ബന്ധപ്പെട്ടവരോ ആണെങ്കിലുമോ? നബി പറഞ്ഞാൽ ഹമുവൽ മൗത്ത്, ഭർത്താവിന്റെ ബന്ധപ്പെട്ടവരാണെങ്കിൽ അത് മരണതുല്യമാണ്. കണ്ടോ? അപ്പോ ഭർത്താവിന്റെ ഒരു പെണ്ണ് മാത്രം വീട്ടിലുള്ളപ്പോ ഭർത്താവിന്റെ അനുജനോ ജ്യേഷ്ഠനോ ജ്യേഷ്ഠന്റെ മകനോ അങ്ങനെയൊക്കെ പെങ്ങളോ മോനോ ഒക്കെ ഉണ്ടാവുമല്ലോ, അവർ വന്നാല് അവിടെ ഒറ്റക്കുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അത്യാവശ്യമാണെങ്കിൽ വീട്ടിലെ കൊലായിൽ കയറാൻ, സംസാരിക്കാൻ, പുറത്തു വരാം. വീട്ടിനകത്ത് ഒറ്റപ്പെടാൻ പാടില്ല. ഇന്ന് പല വീടുകളിൽ സ്ഥിതി എന്താ? മരുമക്കത്തായ നിലക്കുന്നിടത്ത് ഏട്ടത്തിന്റെയും അനിയത്തിന്റെയും മക്കള്, അല്ലെ? മക്കത്തായ നിലക്കുന്നിടത്ത് ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനിയനും, അന്യ പെണ്ണ് ഒക്കെ. ഒരു ഭാര്യ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവും അനിയത്തിന്റെ ഭർത്താവും അന്യപുരുഷനാണ്. അതുപോലെ തന്നെ ഒരു മക്കത്തായ നിലക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനും അന്യപുരുഷനാണ്. ഒരു പരിധി വരെ അവയിട്ട് ബന്ധപ്പെടാൻ, സംസാരിക്കാനും ഇതിനൊക്കെ പാടുള്ളൂ. കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ബന്ധപ്പെടുക അല്ലാതെ മറ്റത് പാടില്ല. മാത്രമല്ല, അവരുടെ മുമ്പിൽ മുഖമക്കന ധരിക്കണം. ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മുമ്പിലും അനുജന്റെ മുമ്പിലും മുഖമക്കന ധരിക്കണം. അതുപോലെ ഭാര്യന്റെ അനിയത്തിന്റെ ഭർത്താവിന്റെ മുമ്പിലും, സ്വന്തം അനിയത്തിന്റെ ഭർത്താവിന്റെ മുമ്പിലും ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിന്റെ മുമ്പിലും പെണ്ണുങ്ങൾ മുഖമക്കന ധരിക്കണം.